ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇച്ചായനും കുഞ്ഞാറ്റയും കുറച്ച് ദിവസമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കുടുംബമാണ് ഈ ഇച്ചായന്റെയും കുഞ്ഞാറ്റന്റെയും. ഇവർ തമ്മിൽ ഡിവോഴ്സായി. അതിനെ തുടർന്നുണ്ടായ കുറേയേറെ ചർച്ചകള്, പ്രശ്നങ്ങള്, അവരെന്തുകൊണ്ട് പിരിഞ്ഞു, ഇതൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വളരെയധികം എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് കുറെ ഊഹിച്ചു പറയുന്നു. അവർ ഇന്ന കാരണം കൊണ്ട് പിരിഞ്ഞതായിരിക്കാം, ആ കാരണം കൊണ്ട് പിരിഞ്ഞതായിരിക്കാം എന്നൊക്കെ ഊഹിച്ചു പറയുന്നു എന്നല്ലാതെ അവരൊരിക്കലും വ്യക്തമായിട്ടുള്ള കാരണം പറഞ്ഞിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അവരിങ്ങനെ പറയാതെ പറയുന്നു, അല്ലെങ്കിൽ വരികൾക്കിടയിൽ നമുക്ക് വായിച്ചെടുക്കാം എന്നല്ലാതെ അവര് വ്യക്തമായി ഇന്ന കാരണം കൊണ്ട് ഞങ്ങൾ പിരിഞ്ഞു എന്ന് രണ്ടുപേരും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ കുറെ ചർച്ച ചെയ്തിരുന്ന, അല്ലെങ്കിൽ അവര് പറഞ്ഞതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയിരുന്ന കുറെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാല്, ഒന്ന്, ഈ ഇച്ചായൻ എന്ന് പറയുന്ന അമല്, ആ വ്യക്തിക്ക് മറ്റുള്ള പെൺകുട്ടികളുമായിട്ടുണ്ടായിരുന്ന മോശമായിട്ടുള്ള റിലേഷൻ ഈ കുഞ്ഞാറ്റ എന്ന് പറയുന്ന വ്യക്തി കണ്ടുപിടിക്കുകയും അതിനെ തുടർന്ന് അവർ പിരിയുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഈ വ്യക്തി സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ട പല പെൺകുട്ടികളോടും മോശമായി ചാറ്റ് ചെയ്യുന്നു. ആ ചാറ്റിന്റെ ഹിസ്റ്ററിയൊക്കെ ഈ പെൺകുട്ടിയുടെ കയ്യിലെത്തുന്നു. അങ്ങനെയാണ് ഇവർ പിരിഞ്ഞ്. അല്ലെങ്കിൽ ആദ്യം ഈ ഇച്ചായന് ചില സ്ത്രീകളുമായിട്ടുള്ള ബന്ധം ഈ പെൺകുട്ടി മനസ്സിലാക്കുന്നു. അപ്പൊ പിരിയാം എന്നുള്ള തീരുമാനം എടുത്തിട്ട് അതുപോലെ ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഇട്ടപ്പോൾ ഈ ധാരാളം സ്ക്രീൻഷോട്ടുകളും ഇയാള് മറ്റുള്ള പെൺകുട്ടികളായിട്ടുള്ള ചാറ്റ് ചെയ്തിട്ടുള്ള മോശം സ്ക്രീൻഷോട്ടുകളൊക്കെ ഈ കുഞ്ഞാറ്റയ്ക്ക് അയച്ചു കൊടുക്കപ്പെടുന്നു. അങ്ങനെ ഇവർ തമ്മിൽ പിരിഞ്ഞതാണ് എന്നുള്ള രീതിയിലൊക്കെ നമ്മളത് ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളിത് പറയുന്നു എന്നല്ലാതെ ഇന്ന് വരെ ആരും തെളിവൊന്നും കണ്ടിട്ടില്ല, പുറമേ തെളിവുകളൊന്നും വന്നിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ തന്നെ പല റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന യൂട്യൂബേഴ്സിന്റെ കയ്യിലും ഈ സ്ക്രീൻഷോട്ടൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. എല്ലാ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന യൂട്യൂബേഴ്സും പറഞ്ഞിട്ടുണ്ട്, പല സ്ക്രീൻഷോട്ടുകളും ഞങ്ങളുടെ കയ്യിലുണ്ട്, പക്ഷെ ഞങ്ങളത് പുറത്ത് വിടാതിരിക്കുന്നത് അവരിത് ഇതുവരെ പുറത്ത് വിട്ടിട്ടില്ലല്ലോ, അപ്പൊ നമ്മളത് പുറത്ത് വിടേണ്ട കാര്യമില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത് പുറത്ത് വിടാത്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോ ഈ അമലിന്റെ ഒരു മോശമായിട്ട് ചാറ്റ് ചെയ്യുന്ന ഒരു സ്ക്രീൻഷോട്ട് ഒരു യൂട്യൂബർ പുറത്തു വിട്ടു. അപ്പോൾ അങ്ങനെ ഒരു ചാറ്റ് വന്നപ്പോൾ എല്ലാവരും അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. അതിനെക്കുറിച്ച് ആദ്യം പറയാം. അപ്പോൾ അമല് അവരുടെ ഒഫീഷ്യൽ അക്കൗണ്ടിൽ നിന്ന്, ഈ മിറാക്കിൾ ബ്യൂട്ടി വ്ളോഗ്സിന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഉള്ള ഒരു ഒഫീഷ്യൽ അക്കൗണ്ടിൽ നിന്ന്, അതിൽ നിന്നാണ് അമൽ ഈ ചാറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ആ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉപയോഗിക്കുന്ന, കുഞ്ഞാറ്റ് ഉപയോഗിക്കുന്നതാണ്, അമൽ ഉപയോഗിക്കുന്നതാണ്. ഇവിടെ ഇവരുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് മെസ്സേജ് അയക്കാനും അവർ തമ്മിൽ സംസാരിക്കാനും ഒക്കെ ഉള്ള നല്ല മാന്യമായിട്ടുള്ള ഒരു അക്കൗണ്ട് ആയിരിക്കാം അത്. ആ അക്കൗണ്ടിൽ നിന്ന് ഒരു പെൺകുട്ടിയോട് അമല് മോശമായിട്ട് ചാറ്റ് ചെയ്യുന്ന ഒരു സ്ക്രീൻഷോട്ടാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. അപ്പോൾ വളരെ മോശം ഒരു സ്ക്രീൻഷോട്ട് എന്ന് നമുക്ക് പറയാം. ഈ ആൺകുട്ടികളൊക്കെ ഇതുപോലെ സെക്സ് ചാറ്റ് ചെയ്യുക, സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ ഈ ഡേറ്റിംഗ് ആപ്പുകളൊക്കെ അതിലൊക്കെ ഉപയോഗിച്ച് ചാറ്റ് ചെയ്യുക, ഇതൊക്കെ സാധാരണ സംഭവമായിരിക്കാം, അല്ലാന്ന് പറയുന്നില്ല. പക്ഷെ ഒരു വിവാഹം കഴിച്ച് ഭാര്യയും മോനും ഒക്കെ ആയിട്ട് നന്നായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി അവരുടെ ഒരു ജീവിതമാർഗമായിട്ടുള്ള ഒരു അക്കൗണ്ടിൽ നിന്ന്, അവരുടെ ജീവിതമാർഗ്ഗമാണത് ആ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാമും എന്താണെങ്കിലും, അപ്പൊ അങ്ങനെ ഒരു അക്കൗണ്ടിൽ നിന്ന് ഒരു പെൺകുട്ടിയോട് മോശമായിട്ട് ചാറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഒരു എക്സും ഇല്ലാത്ത വളരെ മോശമായിട്ടുള്ള കാര്യമാണെന്ന് പറയാം. ഇപ്പൊ ഈ ചാറ്റുകൾ എന്ന് പറഞ്ഞാല് റിയാക്ഷൻ വീഡിയോ കാണുന്ന ആളുകളൊക്കെ ഏകദേശം കണ്ടിട്ടുണ്ടായിരിക്കണം. എന്നാലും ഈ ചാറ്റിനെ കുറിച്ച് പറയാം. അമല് ഒരു പെൺകുട്ടിയോട് ചാറ്റ് ചെയ്യാണ്, നിന്നെ ഇഷ്ടമാണെന്നൊക്കെ ഉള്ള പോലെ, എനിക്കൊരു പെണ്ണ് വേണം എന്നൊക്കെ ഉള്ള പോലെ ചാറ്റ് ചെയ്യുന്നു. അമലിന് ഓൾറെഡി ഒരു പെണ്ണുണ്ടല്ലോ, ഈ കുഞ്ഞാറ്റ. പക്ഷെ നമ്മൾ ഈ ചാറ്റ് ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ്. അമലിന്റെ പ്രൈവറ്റ് പാർട്ടിനെയൊക്കെ വർണ്ണിക്കുന്നുണ്ട്, അതിന് ഇത്ര നീളുണ്ട്, അങ്ങനെ വളരെ മോശമായിട്ടുള്ള ഒരു ചാറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അമലെന്തോ സുഖം കൊടുക്കൂ ഇത്ര, അങ്ങനത്തെയൊക്കെ വളരെ വളരെ നമുക്കത് പറയാൻ പോലും ബുദ്ധിമുട്ടുള്ള രീതിയിലുള്ള ചാറ്റുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇത് ഒരേ ഒരു ചാറ്റാണ് പുറത്തു വന്നതെന്ന് ഓർക്കണം. അപ്പൊ എത്രമാത്രം ചാറ്റുകൾ, സ്വന്തം ഒഫീഷ്യൽ അക്കൗണ്ടിൽ നിന്ന്, ഭാര്യ കൂടെ ഉപയോഗിക്കുന്ന ഒരു ഒഫീഷ്യൽ അക്കൗണ്ടിൽ നിന്ന് ഇത്രയും ചാറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന അല്ലെങ്കിൽ തയ്യാറാവുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ എത്രയൊരു, ആ ഭാര്യയെ എത്രമാത്രം അടിച്ചമർത്തി. ഇതിപ്പോ ഭാര്യ കാണാൻ സാധ്യതയുണ്ട്, എന്നാലും ഞാൻ ചെയ്യും എന്നുള്ള രീതിയിലായിരിക്കുമല്ലോ അത് ചെയ്യാന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ചാറ്റ് പുറത്തു വന്നതാണ് ഇപ്പോൾ. ഇതിന്റെ ഇടയിൽ കുഞ്ഞാറ്റ ഇതിനെക്കുറിച്ച്, അമലുമായിട്ടുള്ള പ്രശ്നങ്ങളെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തപ്പോൾ, അമല് ആദ്യം കുഞ്ഞാറ്റ ഒരു വീഡിയോ അല്ല, ഒരു പോസ്റ്റ് ആയിട്ടാണ് അവരുടെ ഡിവോഴ്സ് വാർത്ത നമ്മളോട് പറയുന്നത്. അതിനുശേഷം ഇതിനെക്കുറിച്ച് യാതൊരു വീഡിയോയും ഈ കുഞ്ഞാറ്റ എന്ന് പറയുന്ന വ്യക്തി ചെയ്തിട്ടില്ല. അപ്പൊ തന്നെ അമല് പോയിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണ്. എന്നിട്ട് അതിലെന്നും അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ പറയുന്നു എന്ന രീതി തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള തംബ്നെയിൽസ് ഇടുകയാണ്. ഞങ്ങൾ, അമ്മയ്ക്ക് പറയാനുണ്ട്, അച്ഛന് പറയാനുണ്ട്, എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ തമ്മിലുള്ളത്, ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു തരം നമ്മളെയൊക്കെ അതിലേക്ക് ആകർഷിക്കുന്ന, മാനിപ്പുലേറ്റ് ചെയ്യുന്ന, കുഞ്ഞാറ്റയെ മോശമാക്കുന്ന വിധത്തിലുള്ള തംബ്നെയിലും കണ്ടന്റും ഒക്കെ ഇട്ടിട്ട് വീഡിയോ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ കുഞ്ഞാറ്റ
മോനെ കാണാൻ സമ്മതിച്ചില്ല എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ഒക്കെ ചെയ്ത് പൊട്ടിക്കരഞ്ഞ സമയത്താണ് കുഞ്ഞാറ്റ ആദ്യമായിട്ട് ഈ ഡിവോഴ്സ് വാർത്തയെക്കുറിച്ച് പറഞ്ഞ് രംഗത്ത് വന്നത്. ഞാൻ എന്തുകൊണ്ട് പിരിഞ്ഞു എന്നുള്ള രീതിയിൽ. അതിലും വ്യക്തമായിട്ടോ അമലിനെ അങ്ങനെ മോശമാക്കിയിട്ടോ പറയുന്നില്ല. പിരിഞ്ഞു, ഇങ്ങനെ വിഷയങ്ങൾ ഉള്ളത് കൊണ്ട് പിരിഞ്ഞു എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ എന്റെ ലൈഫ് സേവ് ചെയ്യാൻ പിരിഞ്ഞു എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നേ ഉള്ളൂ. പക്ഷെ ആ വീഡിയോ വന്ന ഉടനെ ഈ അമൽ എന്ന് പറയുന്ന വ്യക്തി ഭയങ്കര ഇമോഷണൽ ആയിട്ട് പൊട്ടിത്തെറിച്ചിട്ട് കരഞ്ഞ് വിളിച്ച് ഭീഷണിപ്പെടുത്തി ഒരു വീഡിയോ ചെയ്തു. നിങ്ങൾ മനസ്സിലാക്കണം, ആ വ്യക്തി വീഡിയോ എന്റെ കൂടെ ജീവിതത്തിൽ വൈറലായിട്ട് എനിക്കൊരു കുഷ്ടമില്ല. പിന്നെ 2023 ഈ പറയുന്ന വ്യക്തി കാണിച്ച തെണ്ടിത്തനം എന്നാന്നുള്ളത് ഞാൻ ഇവിടെ വിളിച്ചു പറഞ്ഞാൽ ഞാൻ സത്യമായിട്ട് പറയാം. എന്റെ തെളിവുകൊണ്ട് ഞാൻ ആളുകൾ വെച്ച് ഞാൻ വീഡിയോ വരാൻ ചെയ്യും. ഈ പുള്ളിക്കാലത്ത് കാണിച്ച പരിപാടിയാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഈ വ്യക്തി. നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തിയല്ല. എന്റെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടുണ്ട്. ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ അംഗീകരിക്കുന്നു. ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ലീഗിൽ വന്ന് ഞാൻ കാണിച്ചു തരാം. എന്തൊക്കെ പറഞ്ഞേക്കുന്നുള്ളത് ഞാൻ പലരും ഞാൻ കേൾപ്പിച്ചു തരാം. കാണിച്ചു തരാം. ഞാനൊരു കാര്യം, എന്റെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം പറയാം, ഞാനൊരു ഒരാളെ ഇത് കാണിച്ചോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പേഴ്സായിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ നടന്നിട്ടില്ല. ഈ പറയുന്ന വ്യക്തിയാണ് വേറെ ആരെങ്കിലും ഞാൻ അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ ഒരു വീഡിയോ ചെയ്താൽ ഞാൻ നിങ്ങൾ പറയുന്ന എല്ലാ കുട്ടികളും അനുഭവിച്ച് ഞാൻ ജയിലിൽ പോകാൻ ഞാൻ തയ്യാറാണ്. ഞാൻ പോകാം. പക്ഷേ എങ്കിലും അനുഭവിക്കുന്നതിന് ഒരു പരിധി എന്ന് പറയുന്ന സാധനമുണ്ട്. ഞാനൊരു ഡെഗടിക്കണമെന്നോ എനിക്ക് സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. എനിക്ക് സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ഒരു പെണ്ണ് വന്ന് എല്ലാം നിങ്ങൾ സമീപണോ? ഈ ആണിനെ ജീവിക്കണ്ടേ? ആ വീഡിയോ ചെയ്തു കഴിഞ്ഞപ്പോൾ അമൽ അത് റിമൂവ് ചെയ്തു വെച്ചാലും അതെല്ലാവരും സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നത് കൊണ്ട് നമ്മൾ ആ വീഡിയോ എല്ലാവരും കണ്ടു കഴിഞ്ഞു. അതിലൊരു ടോക്സിക് ആയിട്ടുള്ള വ്യക്തി അല്ലെങ്കിൽ ഇത്രയും പൊട്ടിത്തെറിക്കാൻ മാത്രം എന്താണുള്ളതെന്നാണ് ആ പെൺകുട്ടി ഒറ്റ തവണയെ ഡിവോഴ്സിനെ കുറിച്ച് പറയുന്നുള്ളൂ, ഒരു വീഡിയോ ചെയ്തിട്ടുള്ളൂ. അതുവരെ ആ പെൺകുട്ടിയെ കുത്തി വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന അമല് പെട്ടെന്ന് ഈ വീഡിയോ കണ്ടതോടുകൂടെ പാനിക്കായിട്ട് ഒരുമാതിരി കരഞ്ഞ് വിളിച്ച് സൈക്കോയെ പോലെ ഒരു വീഡിയോ ചെയ്തു. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം ആ വ്യക്തി എത്രമാത്രം ടോക്സിക് ആണെന്നുള്ള കാര്യം. പിന്നീട് ഇപ്പൊ നല്ലതായിട്ട് അദ്ദേഹം ഒരു ഫോർച്യൂണർ വാങ്ങിയിട്ട് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തു. ഈ ഫോർച്യൂണർ എന്ന് പറഞ്ഞ കാര്യം നമുക്കറിയാം അല്ലെ, എല്ലാ ഫാമിലി വ്ളോഗേഴ്സും ഫാമിലിയായിട്ട് തമ്മിൽ തെറ്റിപ്പിരിയുന്ന സമയത്ത് ഒരു ഫോർച്യൂണർ ആദ്യമായിട്ട് മൃദുല പ്രവീണാണത് വാങ്ങിയത് തോന്നുന്നു. അപ്പോൾ എപ്പോഴും നമ്മൾ ഈ ഫാമിലി വ്ളോഗേഴ്സ് തെറ്റിപ്പിരിയുമ്പോൾ, കുടുംബങ്ങളും തമ്മിൽ തെറ്റിപ്പിരിയുമ്പോൾ നമ്മൾ പറയും അവരൊരു ഫോർച്യൂണർ പദ്ധതി ചേരാൻ പോയതാ, അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് ഒരു ഫോർച്യൂണർ എന്നുള്ള പദ്ധതിയാണത് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ആ പരിഹാസത്തിനെയൊക്കെ അത് നമ്മളെ ഒരു പരിഹസിക്കുന്ന പോലെയാണ് ഇപ്പൊ അമല് പോയിട്ട് ഫോർച്യൂണർ വാങ്ങിയിട്ടുള്ളത്. അങ്ങനെയൊക്കെ ചെയ്ത് ആ ഫോർച്യൂണർ വാങ്ങിയ വീഡിയോ ഭയങ്കര നല്ലതായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു സൈക്കോ വീഡിയോ ചെയ്ത അമലാണതെന്ന് നമുക്ക് തോന്നുകയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് ഫോർച്യൂണർ വാങ്ങിയത് ഈ വീഡിയോ ഒക്കെ ചെയ്തതിന് മുൻപാണെന്നാണ് തോന്നുന്നത്. ഈ ഫോർച്യൂണർ ഈ വീഡിയോ ചെയ്യുന്നത് എന്ന് വെച്ചാൽ അമല് വളരെ ദേഷ്യപ്പെട്ട് വീഡിയോ ചെയ്ത് ആ കാറിന്റെ ഉള്ളിലിരുന്നു കൊണ്ടാണ്. അപ്പോൾ ഈ വീഡിയോന്റെ അടിയിൽ, ഈ ഫോർച്യൂണർ വാങ്ങിയ വീഡിയോന്റെ അടിയിൽ അമലിന്റെ ഫ്രണ്ട്സിനെ കൊണ്ട് തന്നെ കുഞ്ഞാറ്റയെ മോശമാക്കിയിട്ടും അമലിന്റെ ഭാഗത്താണ് ശരി, ആ പയ്യൻ അനുഭവിച്ചത് നിങ്ങൾക്ക് അറിയില്ല എന്നൊക്കെ ഉള്ള രീതിയിലുള്ള വലിയ എസ്സേ, 10 മാർക്കിന്റെ എസ്സേ പോലുള്ള കമന്റുകളൊക്കെ എഴുതി ഇട്ടിട്ടുണ്ട് സ്വന്തം സുഹൃത്തുക്കളെ കൊണ്ട് തന്നെ. സുഹൃത്ത് തന്നെയാണ്, കാരണം ആ സുഹൃത്തിന്റെ ചാനലിൽ പോയി നോക്കിയാൽ അറിയാം ആ ചാനലിലും ഈ അമലിന്റെ ചാനലിലും ഒരേപോലെയുള്ള കുറെ സംഭവങ്ങളുണ്ട്, ഒരേ വാഹനങ്ങൾ അങ്ങനെ. അപ്പൊ സുഹൃത്തിന്റെ ചാനൽ തന്നെയാണ്. ആ ചാനലിലൊക്കെ ഇരുന്നിട്ട് ആ ചാനലിലൊക്കെ നല്ല നല്ല കമന്റ് ഇട്ടിട്ട് ഈ വ്യക്തിയെ, അമൽ എന്ന് പറയുന്ന വ്യക്തിയെ വെളുപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ നടക്കട്ടെ, എല്ലാവരും അവരുടെ ഭാഗങ്ങളെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ചാറ്റിന്റെ വിഷയങ്ങൾ. ഇതിപ്പോ ഒറ്റ ചാറ്റേ പുറത്ത് വന്നിട്ടുള്ളൂ. ഇനി എത്ര ചാറ്റ് വേണമെങ്കിലും ഈ റിയാക്ഷൻ വീഡിയോക്കാരുടെ കയ്യിൽ തന്നെ ഉണ്ട്. ഇനിയിപ്പോ ഇത് കുഞ്ഞാറ്റ പുറത്ത് വിട്ടില്ലെങ്കിലും ഈ ചാറ്റൊക്കെ പുറത്ത് വിട്ട അത്രയും ടെററായിട്ടുള്ള റിയാക്ഷൻ വീഡിയോക്കാരുണ്ടല്ലോ, അവരൊക്കെ സത്യം വിളിച്ചു പറയാൻ യാതൊരു മടിയില്ലാത്തവര്, അല്ലെങ്കിൽ അവര് അയ്യോ അമലിന് വിഷമാവോ, അമല് പാവാവോ എന്ന് വിചാരിച്ചിരിക്കുന്നവരൊന്നും ആയിരിക്കില്ല. ഇതുപോലത്തെ ടോക്സിക് ആയിട്ടുള്ള വീഡിയോ ഒക്കെ കൊണ്ടുവന്നാൽ ഈ റിയാക്ഷൻ വീഡിയോക്കാരൊക്കെ ഇനിയും ചാറ്റ് ചിലപ്പോൾ പുറത്തു വിട്ടു വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്തായാലും അതാണ് ചാറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ. ഇനി നമ്മൾ ഈ യൂട്യൂബേഴ്സൊക്കെ എന്തെങ്കിലും വിഷയം, കുടുംബത്തിലൊക്കെ വിഷയം ഉണ്ടായിട്ട് പിരിഞ്ഞു കഴിയുമ്പോൾ അവരുടെ ഏറ്റവും അടുത്ത വേറെ കുറെ യൂട്യൂബ് ഫാമിലി ഉണ്ടായിരിക്കും അല്ലെ, അവരോട് പോയിട്ട് ഈ കാണുന്ന പ്രേക്ഷകർ പോയിട്ട് വ്യൂവേഴ്സ് പോയിട്ട് എന്താണ് അവർ പിരിഞ്ഞത്, മറ്റവരെന്താണ് പിരിഞ്ഞത്, നിങ്ങൾ ഭയങ്കര ചക്കരയല്ലേ, നിങ്ങൾക്കറിയുന്നല്ലേ, നിങ്ങൾ പറയൂ എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം കമന്റുകൾ ഇടും. അപ്പോൾ വി ആർ ഇൻ ലവ് എന്ന് പറയുന്ന ഫാമിലി നമുക്ക് എല്ലാവർക്കും അറിയാം. വി ആർ ഇൻ ലവ്, അമൽ, കുഞ്ഞപ്പൻ എന്നൊക്കെ പറയുന്ന കുറെ പേരടങ്ങിയ ഒരു ഫാമിലി. അവരും കുഞ്ഞാറ്റിയായിട്ട് വളരെ നല്ല അടുപ്പാണ്. അവരുടെ ചാനൽ കുഞ്ഞാറ്റിയെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടിയിൽ പോയിട്ട് ഒരു കമന്റ്, നിങ്ങൾക്ക് കുഞ്ഞാറ്റയുടെയും അമലും പിരിഞ്ഞതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്, നിങ്ങൾക്ക് പറഞ്ഞൂടെ, നിങ്ങൾ തമ്മിൽ ഭയങ്കര അടുപ്പല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് കമന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന് മറുപടി പറഞ്ഞുകൊണ്ട് ഈ വി ആർ ഇൻ ലവ് ഫാമിലി രംഗത്ത് വന്നിട്ടുണ്ട്. കാര്യം പറഞ്ഞ വിഷയമായി, കുഞ്ഞാറ്റ നിങ്ങളുടെ നല്ലൊരു ഫ്രണ്ട് അല്ലേ, നിങ്ങൾ ആരുടെ ഒപ്പമാണ് അമലിന്റെ ഒരു സീഡി. കുഞ്ഞാറ്റയോട് ഉറപ്പായിട്ടും നമ്മൾ നിൽക്കും. കാരണം എന്താ വെച്ചാൽ കുഞ്ഞാറ്റ നമുക്ക് നല്ലപോലെ അറിയാവളെ. കുഞ്ഞാറ്റയുടെ വിഷമം നമ്മൾ നേരിട്ട് കണ്ട് നമ്മൾ അവളെ ഒപ്പ് വീട്ടിൽ നിന്ന് കരഞ്ഞിട്ടുള്ളതാണ്. അമൽ അവരുടെ വീട്ടിലുണ്ട്. പക്ഷേ
കുഞ്ഞിനെ നോക്കണമെങ്കിൽ വേറെ അപ്പുറത്തുള്ള ചേച്ചി നോക്കണമായിരുന്നു. കടയിൽ ചെന്നപ്പോഴത്തേക്കും ഈ വ്യക്തി ഹസ്ബൻഡ് വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് പെട്ടെന്ന് ഇവിടെ കണ്ണല്ലെന്ന് പറഞ്ഞു. കണ്ണതിന് ശേഷം എന്നെ വെച്ചത്തേക്കും എൻ്റെ ഒരു ഫോൺ തന്നു. അപ്പോൾ ഞാൻ ഫോൺ ചെവി വെക്കുകയും തെറിയാ അവളെ വിളിച്ചത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു, എടാ ഞാൻ അവൾ വീട്ടിലോട്ടൊന്ന് വരുക, വീട്ടിലോട്ട് വന്നിട്ട് ഇപ്പം തന്നെ അവൾ തിരിച്ചു പോരും, അതായത് നീ എപ്പോഴാണ് ഡാഷ് പോരുന്നത് തിരിച്ചു പോരത്തേന്നാണ് പറഞ്ഞു. അതായത് അമ്മാതിരി തെറിയ വിളിച്ചത്. ഞാൻ നേരിട്ട് ഞാൻ വിളിച്ചെന്ന് പറഞ്ഞു. അത് അവള് കേൾക്കുകയും ചെയ്തു. അവർക്ക് വല്ലാണ്ടായി, എന്റെ ചെവിയിലായി പോയി ഫോൺ. അപ്പോഴേ നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് അവൾ വീട്ടിൽ വന്നത്. അതുകൊണ്ടാണ് ആ ഒറ്റ കാരണത്തല്ലേ അവൾ ആരും കുറ്റം പറയത്തില്ല, അവൾ എവിടെയും പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ. അപ്പൊ ആ ഒരു കാരണം നമ്മൾ തെറി ഞാൻ കേട്ടുകൊണ്ട് മാത്രമാണ് വീട്ടിൽ വന്നിരുന്നിട്ട് അവൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അത്രയും കരഞ്ഞ് വിഷമിച്ചാ പോയത്, ഭയങ്കര വിഷമിച്ചാ പോയത്. നമുക്കറിയാം എന്തൊക്കെയാണ്, എല്ലാ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും അറിയാം. എല്ലാ കൊച്ചിന്റെ പെങ്കൊച്ചിന്റെ നമ്മൾ നിന്നേ പറ്റുള്ളൂ. അമ്മാതിരി ഒരു പാവമാണ് അത്. തന്നിട്ടും അത്രയും ടോക്സിക് ആയിട്ട് ഒരു തെറി വിളിച്ചപ്പോഴത്തേക്കും ഞാൻ ഞെട്ടിപ്പോയി. കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരാളല്ല. അപ്പോൾ എന്താണ് കൊച്ചു അനുഭവിക്കുന്നതെന്നും എത്ര ടോർച്ചർ നമ്മൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല കേട്ടോ. ഓക്കെ, നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ് ഈ പരിപാടി. ഒരു ഫാമിലി തമ്മിൽ പിരിയുമ്പോൾ, ഇപ്പൊ മല്ലു ഫാമിലി ആണെങ്കിൽ തമ്മിൽ പിരിയുമ്പോൾ ഇപ്പുറത്ത് അവരുമായിട്ട് അടുപ്പുള്ള ചില ഫാമിലികൾ, ഡ്രീം റൈഡർ പോലെയുള്ള ഫാമിലികൾ അതിനെക്കുറിച്ച് വലിയ വീഡിയോ ചെയ്യാണ്. മല്ലു ഫാമിലി പിരിഞ്ഞതിന്റെ കാരണം ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പൊ നമ്മളൊക്കെ പോയിട്ട് അത് കാണുന്നു, അവർക്ക് റീച്ച് കിട്ടുന്നു. ഇതൊക്കെ സാധാരണ സംഭവം തന്നെയാണ്. അപ്പൊ അങ്ങനെ തന്നെ ഈ VR ലവും ഇപ്പോൾ ഒരു Q&Aയിലൂടെ ഇച്ചായനും അമലും തമ്മിലുള്ള ഇച്ചായനും കുഞ്ഞാറ്റിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പറയാം. ഇങ്ങനെ അടിയിൽ പോയിട്ട് ചോദിക്കുകയാണ്, ഇച്ചായനും കുഞ്ഞാറ്റിയും തമ്മിൽ പിരിഞ്ഞതിനെ കുറിച്ച് പറയുമോ, നിങ്ങളുടെ അഭിപ്രായം പറയുമോ ചോദിച്ചപ്പോൾ ഇവർ പറയുന്നുണ്ട്, ഈ കുഞ്ഞാറ്റിയെ ഞങ്ങൾ ഒറ്റ തവണയും കണ്ടിട്ടുള്ളൂ. അവർ തമ്മിൽ നല്ല അടുപ്പാണ്. യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടായ ശേഷം ഈ യൂട്യൂബേഴ്സൊക്കെ തമ്മിൽ വളരെ അടുപ്പായ കൂട്ടത്തിൽ ഇവർ തമ്മിലും വളരെ അടുപ്പുണ്ട്. അപ്പോൾ ഈ കുഞ്ഞാറ്റ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നുണ്ടായിരുന്നു വിദേശത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ എക്സാം ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് പലതവണ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു തവണ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ഇവരുടെ അടുത്തുള്ള സ്ഥലത്ത് വന്നപ്പോൾ ഈ അമലിനെ, അല്ലെങ്കിൽ ഈ VR ലവിലെ അമലിനെ വിളിക്കുകയും അവിടേക്ക് വരിക, ഞങ്ങൾ വീട്ടിൽ വരട്ടെ ചോദിച്ചിട്ട് ഈ കുഞ്ഞാറ്റ വരികയുണ്ടായി. അപ്പോൾ കുഞ്ഞാറ്റ ഒറ്റയ്ക്കായിരുന്നു വന്നത്. ഇച്ചായനൊന്നും ഉണ്ടായിരുന്നില്ല, മോനും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മോനെ ഇവരുടെ അടുത്ത വീട്ടിലെ സ്ത്രീയെ ഏൽപ്പിച്ചിട്ടായിരുന്നു വന്നത്. അല്ലാതെ കുഞ്ഞാറ്റ ഇങ്ങനെ കറങ്ങി നടക്കുന്നു, ഇച്ചായൻ കൊച്ചിനെ നോക്കേണ്ടി വരുന്നു എന്നൊക്കെ ഇച്ചായന്റെ ഫാൻസ് ഒക്കെ ഭയങ്കര വിഷമിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ. ഇച്ചായൻ എന്ന് പറയുന്ന വ്യക്തിനെ വളരെ ഫ്രീ ആക്കി വിട്ടിട്ട് ഒരു വിധത്തിലും ബുദ്ധിമുട്ടിക്കാതെ ഇവർ താമസിച്ചിരുന്ന വാടക വീടിന്റെ അടുത്തുള്ള ഒരു ഫാമിലി ആയിരുന്നു ഈ കുട്ടിയെ നോക്കിയിരുന്നത്. അപ്പോൾ അങ്ങനെ വിട്ടിട്ട് വരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇരിക്കുന്ന സമയത്ത് ഇച്ചായൻ കുഞ്ഞാറ്റയെ ഫോൺ വിളിക്കുന്നു. ഇച്ചായൻ കുഞ്ഞാറ്റയെ ഫോൺ വിളിച്ച് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് കുഞ്ഞാറ്റയുടെ മുഖം മാറുന്നു, കുഞ്ഞാറ്റ കരയുന്നു. അപ്പോൾ ഈ VR ലവിലെ അമല് ചോദിക്കുന്നു, എന്ത് പറ്റി, എന്തിനാ കരയുന്നത് ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡിനോട് സംസാരിക്കൂ എന്നുള്ള രീതിയിൽ കുഞ്ഞാറ്റ ഫോണ് ഈ VR ലവിലെ അമലിന്റെ കയ്യിൽ കൊടുക്കുന്നു. അപ്പോൾ ഈ അമലാണ് ഇപ്പുറത്തുള്ളത് എന്നറിയാതെ കുഞ്ഞാറ്റ തന്നെയാണ് ഫോണിൽ ഉള്ളത് എന്ന് കരുതിയിട്ട് അവിടുന്ന് പച്ച തെറി വിളിച്ചു പറയാണ്. കേൾക്കാൻ പറ്റാത്ത വിധത്തിലുള്ള വായും മായും ഒക്കെ ചേർത്ത് ഒരുപാട് തെറികൾ അവിടെ നിന്ന് വിളിച്ചു. അപ്പോൾ ഇവിടുന്ന് അമല് പറഞ്ഞു, അയ്യോ ഞാൻ അമലാണ്, കുഞ്ഞാറ്റ അല്ലാട്ടോ എന്ന് പറഞ്ഞു. പെട്ടെന്ന് അവിടുന്ന് സൈലന്റ് ആയി. അങ്ങനെ അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇവർ വ്യക്തമായിട്ട് നേരിട്ട് അറിഞ്ഞതാണ് ഈ വ്യക്തി എത്രമാത്രം ടോക്സിക് ആണ് എന്നുള്ള കാര്യം ഞങ്ങൾ നേരിട്ട് അറിഞ്ഞതാണ് എന്നിവർ പറയുന്നുണ്ട്. ഇവരോട് ഈ കുഞ്ഞാറ്റ മനഃപൂർവ്വം പോയിട്ട് അമലിന്റെ കുറ്റം പറയാൻ പോയതോ ഒന്നും ആയിരുന്നില്ല. പക്ഷെ ഇങ്ങനെ ഒരു ഫോൺ കോള് അവിചാരിതമായിട്ട് ഇവരും കൂടെ കേൾക്കേണ്ടി വന്നപ്പോൾ കുഞ്ഞാറ്റ അവരുടെ ലൈഫിലുണ്ടായ കുറേ കാര്യങ്ങൾ, ഉപദ്രവത്തിനെ കുറിച്ചും ഈ മാതിരി കാര്യങ്ങളെ കുറിച്ചും ഒക്കെ ഇവരോട് സംസാരിച്ചു എന്ന് ഇവർ പറയുന്നുണ്ട്. അല്ലാതെ കുഞ്ഞാറ്റ ഇങ്ങനെ ഏഷ്ണി പറഞ്ഞ ഭർത്താവിനെ കുറിച്ച് കുറ്റം പറഞ്ഞു നടന്നു എന്നല്ല അവർ പറയുന്നത്. പക്ഷെ എങ്ങനെ സംസാരിക്കേണ്ടായി എന്ന് പറയുന്നുണ്ട്. ആ കുട്ടി ഒരുപാട് അനുഭവിച്ചതാണ്, അത്രയും സഹിക്കാൻ വയ്യാത്തത് കൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഞങ്ങൾ ആ പെൺകുട്ടിയുടെ കൂടെ തന്നെയാണ് നിൽക്കുന്നത്, അത്രയും ടോക്സിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അമൽ എന്നൊക്കെ ഈ VR ലവ് ഫാമിലി പറയുന്നുണ്ട്. VR ലവ് ഫാമിലിനെ നമുക്കറിയാം, അവര് ഒരുപാട് പേരുള്ള ഒരു വലിയ യൂണിവേഴ്സാണ്. VR ലവിലെ അമല്, അദ്ദേഹത്തിന്റെ ഭാര്യ കുഞ്ഞപ്പൻ, അദ്ദേഹത്തിന്റെ അമ്മ സിന്ധുമ്മയുടെ ഹസ്ബൻഡ് ആദ്യത്തെ ഫാമിലിയിലുള്ള മോള്, അമലിന്റെ സിസ്റ്റർ എന്ന് വെച്ചാൽ സിന്ധുമ്മയുടെ മോളുടെ ഹസ്ബൻഡ്, അവരുടെ ഫാമിലി, ഇവർക്കൊക്കെ, പിന്നെ ഈ സിന്ധുമ്മയുടെ ബ്രദർ, അവരുടെ ഫാമിലി, ഇവർക്കൊക്കെ യൂട്യൂബ് ചാനലുണ്ട്, കുറേ യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ അവരുടെ എല്ലാവരുടെയും വിശേഷങ്ങൾ നമുക്കറിയാം. ഇവര് തമ്മിലൊക്കെ അമ്മയും മകനും തമ്മിൽ തെറ്റ്, അമ്മായിമ്മയും മരുമകളും തമ്മിൽ തെറ്റ്, ആങ്ങളെയും പെങ്ങളും തമ്മിൽ തെറ്റ്, പിന്നെ സിസ്റ്ററും തമ്മിൽ തെറ്റ്, ഇങ്ങനെ അച്ഛനും ഈ രണ്ടാനച്ഛനും മകനും തമ്മിൽ ഇങ്ങനെ തെറ്റ്, അങ്ങനെയൊക്കെ ആണെങ്കിലും ഇവരുടെ ഭാര്യാഭർത്തൃ ബന്ധം എന്ന് പറയുന്നത് ഭയങ്കര ബോണ്ടിങ് ഉള്ളതാണ്. കാരണം ഈ ഫാമിലി ആണെങ്കിലും, ഈ VR ലവ് ഫാമിലി ആണെങ്കിലും, സിന്ധുഅമ്മ വ്ളോഗ്സ് ആണെങ്കിലും, VR ലവ് 2.0 ആണെങ്കിലും, അപ്പുറത്ത് ലൈഫ് ഓഫ് ശ്രീകുട്ടനൊക്കെ ആണെങ്കിലും, അവർ തമ്മിലുള്ള ബന്ധങ്ങൾ ഭയങ്കര
അടുപ്പുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫാമിലിയിൽ നിന്നിട്ടാണ് അവർ ഈ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ വരുന്ന വിഷയങ്ങളെക്കുറിച്ച് നമ്മളോട് പറയുന്നത്. എന്തായാലും ഈ ഇച്ചായനും കുഞ്ഞാറ്റിയും തമ്മിലുള്ള വിഷയങ്ങൾ ഇപ്പോൾ ഈ ഇച്ചായൻ ഈ ചാനലിലൊക്കെ വന്നിട്ട് ഭയങ്കര പാവമായിട്ട് നമ്മളോട് ഞാൻ അങ്ങനെ അനുഭവിച്ചപ്പോൾ ഇങ്ങനെ വിഷമിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൺവിൻസ് ചെയ്തിട്ട് പിന്നെ ഈ കമന്റ് ബോക്സ് ഒക്കെ അദ്ദേഹത്തിന് വളരെ സപ്പോർട്ടാക്കി മാറ്റുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അമ്മേനെയും അച്ഛനെയൊക്കെ കൊണ്ടുവന്ന് ഈ കരച്ചിലിൽ പങ്കാളികളാക്കിയിട്ട് നമ്മളെ കൺവിൻസ് ചെയ്യുന്നുണ്ട് ഒക്കെ ഉണ്ടെങ്കിലും ഇതിന്റെ പുറകിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ടോക്സിക് ആയിട്ടുള്ള പേഴ്സണാലിറ്റി അല്ലെങ്കിൽ വളരെ മോശമായിട്ടുള്ള മോറൽ സൈഡ് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെയായിരിക്കണം അവർ പിരിഞ്ഞിട്ടുണ്ടാവുക. ഇനി അതിന്റെ അടിയിൽ പോയിട്ട് നിങ്ങൾ മിക്കുവിന് വേണ്ടി ഒന്നിക്കൂ എന്നൊക്കെ പറയുന്ന ആളുകളോട് പറയാനുള്ളത് അവരവരുടെ ജീവിതം അവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ, അല്ലെങ്കിൽ കുഞ്ഞാറ്റ അവളുടെ ഇഷ്ടത്തിന് രക്ഷപ്പെട്ടു പോയിട്ട് ജീവിക്കട്ടെ. നമ്മളിപ്പോൾ ഈ അതുല്യ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഷാർജയിൽ ആത്മഹത്യ ചെയ്തു. അതിന്റെ ഹസ്ബൻഡിന്റെ വളരെ ടോക്സിക് ആയിട്ടുള്ള വീഡിയോ, അദ്ദേഹം ഭീഷണിപ്പെടുത്തുന്നത്, അദ്ദേഹം ബെൽറ്റൂരി അടിക്കാൻ ശ്രമിക്കുന്നത്, അങ്ങനെയുള്ള കുറേ വീഡിയോകൾ നമ്മൾ കണ്ടു. സതീഷ് എന്ന് പറയുന്ന വ്യക്തി. അപ്പൊ നമ്മൾ അയ്യോ ആ പെൺകുട്ടി ഇതൊക്കെ സഹിച്ചെന്ന് എന്തിനാ അവിടുന്ന് പോരായിരുന്നില്ലേ, ആ കുട്ടി എന്തിനാ ആത്മഹത്യ ചെയ്ത്, എങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ തന്നെയാണ് ഈ ഇച്ചാന്റെയും കുഞ്ഞാറ്റേന്റെയും അടിയിൽ പോയിട്ട് നിങ്ങൾ മിക്കുവിന് വേണ്ടി ഒന്നിക്കൂ എന്നൊക്കെ പറയുന്നത്. ഈ വിവാഹം കഴിഞ്ഞ് ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കുമ്പോൾ ഭർത്താക്കന്മാർക്ക് ഒരു വിചാരമുണ്ട്, നമ്മൾ ഭാര്യ എന്തും പറയണ്ട, അല്ലെങ്കിൽ നമ്മളനുസരിച്ച് നിൽക്കണ്ട, അങ്ങനത്തെ ഒരു വ്യക്തിയാണ്, നമുക്ക് എന്ത് ചീത്തയും പറയാം, അവളത് കേട്ട് നിൽക്കുന്നു. ഇന്നത്തെ കാലത്ത് അതൊന്നും നടക്കുന്ന കാര്യമല്ല. പണ്ട് എന്ന് പറഞ്ഞാൽ ഭാര്യമാരെ ഭർത്താക്കന്മാരെ ആശ്രയിച്ച് ജീവിച്ചിരുന്നവരായിരുന്നു. ഇന്ന് ഏതു ഭാര്യയ്ക്കും സ്വന്തമായിട്ട് ജീവിക്കാനും സ്വന്തമായി സമ്പാദിക്കാനും ഞാൻ എൻ്റെ അധ്വാനം കൊണ്ട് ജീവിക്കുന്നു ഒക്കെ ഉള്ള കോൺഫിഡൻസ് ഉള്ള പെൺകുട്ടികളാണ് എന്നുള്ളത്. അവരെ പോയിട്ട് ഭീഷണിപ്പെടുത്തി നിങ്ങളെ കാൽക്കീഴിൽ നിർത്താം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് നിങ്ങളെ കാൽക്കീഴിൽ നിർത്താം, എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കാം, ഇതൊന്നും ചിന്തിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല എന്നുള്ളതാണ്. ഓരോരുത്തരും അവരുടെ ജീവിതം അവരുടെ ഇഷ്ടത്തിന്. ഇപ്പൊ കുഞ്ഞാറ്റ ഇവരെ ഇച്ചായൻ്റെ അടുത്ത് നിന്ന് പിരിഞ്ഞു പോയി എന്ന് വിചാരിക്കുക, ഇനി കുഞ്ഞാറ്റയുടെ ഭാഗത്ത് തെറ്റ് എന്ന് വിചാരിക്കുക, എന്നാലും ആ ബന്ധത്തിൽ നിന്ന് പിരിഞ്ഞു പോകാനുള്ള അവകാശം കുഞ്ഞാറ്റയ്ക്ക് ഉണ്ട്. കുഞ്ഞാറ്റ ആരുടെ ആനുകൂല്യം പറ്റാനോ ഇച്ചായൻ്റെ അടുത്ത് നഷ്ടപരിഹാരം വാങ്ങാനോ ഒന്നുമല്ല പോകുന്നത്. ആ കുട്ടിയുടെ അധ്വാനം കൊണ്ട് ജീവിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ആ പെൺകുട്ടി അവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ, സന്തോഷത്തിന് വേണ്ടി ജീവിക്കട്ടെ എന്നേ പറയാനുള്ളൂ. എല്ലാവർക്കും നന്ദി.